തുനൂർ എന്ന ആഗോള ഊർജ്ജ കമ്പനിയാണ് സോളാർ പദ്ധതി നടപ്പാക്കുന്നത്. 2018ഓടെ ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് സൗരോർജ്ജം വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എത്തിക്കാനാണ് പദ്ധതി. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അനുഗുണമാകുന്ന പദ്ധതി നിർമ്മിക്കുന്നത് തുനീഷ്യയുടെ അധീനതയിലുള്ള സഹാറ മരുഭൂപ്രദേശത്താണ്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 2 ജിഗാവാട്ട്സ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതുവഴി 20 ലക്ഷം വീടുകളിലേക്കുള്ള വൈദ്യുതി വിതരണം സാധ്യമാകും. If you go to the desert, the solar radiation levels are much higher, and you can also use different kinds of technologies. You can use something called concentrated solar power, where you concentrate the rays of the sun to make heat and then to make steam or molten salt. So you can then store that heat very easily, so you can continue producing electricity after the sun goes down. കോൺസെൻട്രേറ്റഡ് സോളാർ പവർ എന്ന സംവിധാനമാണ് തുനൂർ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. വളരെ ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജലസംഭരണിയിലേക്ക് സൂര്യപ്രകാശം കടത്തിവിടുന്നു. ചൂട് പരമാവധി ലഭിക്കാൻ കണ്ണാടികൾ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ വെള്ളസംഭരണിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. ഈ പ്രക്രിയയിൽ വെള്ളം 550 ഡിഗ്രി വരെ ചൂടാവുകയും ഇതിനു മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ടർബൈൻ നീരാവിയാൽ തിരിയുകയും ചെയ്യും. ഇപ്രകാരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി വലിയ കേബിൾ വഴി യൂറോപ്പിലേക്ക് എത്തിക്കുകയാണ് രീതി. യുക്രൈനിലും മധ്യേഷ്യൻ രാജ്യങ്ങളിലുമുണ്ടായ ആഭ്യന്തര സംഘർഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുണ്ട്. തുനൂർ പദ്ധതിയിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാനാണ് ശ്രമം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.